ഒരു ട്രിപ്പ് പോകാന്നൊക്കെ പറഞ്ഞാലേ ഒരുപാട് ചിന്തിച്ചാലോചിച്ച് കൂട്ടാനൊന്നുമില്ല. പണ്ട് കാലത്തൊക്കെയാണ് അതൊരു ചടങ്ങ്. ഇപ്പോൾ നമുക്ക് ഒരേ ചിന്താഗതിക്കാരായിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കളെ കിട്ടിക്കഴിഞ്ഞാലേ ഒരു വണ്ടി എടുക്കുക, അങ്ങോട്ട് വിടുക. പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില സംഗതികൾ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ അധികം തിരക്ക് ഇഷ്ടപ്പെടാത്തവരാണെങ്കിലേ ഹോളിഡേയ്സ്, വീക്കെൻഡ്സ് ഒക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ക്രിസ്മസ് വെക്കേഷനും ഓണം വെക്കേഷനും അതുപോലെ ദീപാവലി ഹോളിഡേയ്സും ഇത്തരം സമയങ്ങളിലൊക്കെ ഒരുപാട് തിരക്കായിരിക്കും. നിറയെ ഫാമിലീസും ട്രാഫിക് ജാമും ഒരുപാട് ബിസി. അതൊക്കെ ഒഴിവാക്കുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. ചില ഗുണങ്ങളുണ്ട്, അത് പറഞ്ഞുതരാം. അതായത് ഈ ഹോട്ടൽ റെൻറ്റ് കുറയും, റൂം റെൻറ്റ് പൊതുവെ കുറവായിരിക്കും, ഭക്ഷണം ചിലവ് കുറവായിരിക്കും, യാത്രാ ചിലവ്, മറ്റെല്ലാ ചിലവുകളും കുറവായിരിക്കും ഈ വീക്ക് ഡേയ്സിൽ പോയി കഴിഞ്ഞാൽ. പക്ഷേ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ഈ ഏർക്കാട് ചെന്നപ്പോൾ അവിടെ ശനി ഞായർ ഭയങ്കര തിരക്കായിരുന്നു, ഫുള്ളി പാക്ഡ് ആയിരുന്നു. തിങ്കളാഴ്ച ദിവസം ആ ഹോട്ടലിൽ ഞങ്ങൾ മാത്രമാണ് താമസക്കാർ, ഞങ്ങൾക്ക് മാത്രമായിട്ടൊരു ഹോട്ടൽ. അതുപോലെയായിരുന്നു. അതുപോലെ ആ റോഡുകൾ മുഴുവൻ വിജനം, ആരുമില്ല. അതുപോലെ റൂംസൊക്കെ വളരെ ചീപ്പ് റേറ്റിന് കിട്ടി. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു യാത്ര പോകാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നൈറ്റ് സ്റ്റേ വേണമെന്ന് തീരുമാനിക്കുക. എന്നിട്ട് ആദ്യം തന്നെ ഓൺലൈനായിട്ട് റൂംസ് കയറി ബുക്ക് ചെയ്യുക. കാരണം അത് പലപ്പോഴും അവൈലബിൾ ആകാറില്ല. ലാസ്റ്റ് മിനിറ്റിലേക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചില അസൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. പോം വഴികളൊക്കെ ഉണ്ട്, അല്പം റേറ്റൊക്കെ കൂടുതൽ കൊടുക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. ആദ്യം തന്നെ റൂം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേഫായി. അതുപോലെ തന്നെ ഈ തിരക്ക് പിടിച്ച സമയങ്ങളിൽ, പ്രത്യേകിച്ച് ഹിൽ സ്റ്റേഷനിലൊക്കെ നമുക്ക് ഒരുപാട് സമയം, മണിക്കൂറുകളോളം ഈ ട്രാഫിക് ജാമിൽ പെട്ട് കിടക്കും. അപ്പോൾ അതുകൊണ്ട് ഹോളിഡേയ്സും വീക്കെൻഡ്സും ഒഴിവാക്കിയിട്ട് വീക്ക് ഡേയ്സ് പ്രിഫർ ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും നല്ലത്. ഇത് ഏർക്കാട് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ മുഴുവൻ കണ്ടത്. ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.